Danskan. Dear ladies and gentlemen, Lumora 2025 has officially been inaugurated. On this wonderful occasion, I request our most beloved chief guest, Sister Lucy Kurian, to share a few words with the gathering. Good evening to all. I just want to say thank you very much to the President, Josuti, and all the board members of KKCA. എന്നെ ഇവിടെ ഇങ്ങോട്ട് വിളിച്ചതിന് ഐ എം സോ ഹംബിൾഡ്. താങ്ക് യു സോ മച്ച്. ഇനിയിപ്പം ഞാൻ എന്നെപ്പറ്റി കുറച്ചൊന്ന് പറയാം. എനിക്കറിയാം, എനിക്ക് 10 മിനിറ്റാണ് തന്നിരിക്കുന്നത്. മഹറിനെ പറ്റി 10 മിനിറ്റ് കൊണ്ട് പറയാമെന്ന് പറഞ്ഞാൽ അത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാലും ഞാൻ ശ്രമിച്ചു നോക്കാം. ഞങ്ങൾ കോട്ടയത്തിൽ നിന്ന് കുടികയറിയവരാണ് കണ്ണൂരോട്ട്. എൻ്റെ വലിച്ചാച്ചൻ, എൻ്റെ ചാച്ചനെ 7 വയസ്സായപ്പോൾ കൊണ്ടുപോയതാണ്. എന്നാലും നമ്മുടെ താനായി നിയമങ്ങളെ ഒന്നും മറക്കാതെ അവർ കൊണ്ടുപോയി. അതുകൊണ്ടായിരിക്കാം മലബാറിൽ ഇപ്പോഴും കനായ കുടുംബക്കാർ ഭയങ്കര ആക്റ്റീവായിട്ടുള്ളത്. കാരണം അവരൊക്കെ ആദ്യത്തെ കുടികയറ്റി പോയവരാണെങ്കിലും മറിച്ച് കല്യാണം കഴിക്കാനോ അവരത് തീരുമാനിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ ഞാനും ആ കുടുംബത്തിൽ ജനിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പം ഞാനൊരു 7ാം ക്ലാസ് കഴിഞ്ഞപ്പോഴാണ് ബോംബെയിലോട്ട് പോയത്. അപ്പം എനിക്ക് 13 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുവരെ പഠിച്ച മലയാളമേ എനിക്ക് അറിയുള്ളൂ. സോ ഐ എം സോറി, എൻ്റെ മലയാളം ശരിയില്ല. എന്നാലും ഞാൻ മലയാളത്തിൽ തന്നെ പറയാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ വളർന്നുകൊണ്ടിരുന്നപ്പം പലതും ബോംബെയിൽ വെച്ച് കാണാൻ എനിക്ക് സാധ്യതയായി. അത് കഴിഞ്ഞാണ് ഞാൻ സിസ്റ്റേഴ്സ് ഓഫ് ദ ക്രോസ്, ആദ്യം ഞാൻ മദർ ട്രീസേനെ ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ അവിടെ ചെന്നപ്പോൾ എൻ്റെ അമ്മയും ചാച്ചനും എന്നെ അനുവദിച്ചില്ല. കാരണം അന്നത്തെ കാലത്ത് മദർ ട്രേസ വാസ് പിക്കിംഗ് അപ്പ് ഓൺലി ലെപ്രസി പേഷ്യൻസ്. നോട്ട് ഓൺലി, ഷി വാസ് ലിഫ്റ്റിംഗ് അപ്പ് ലെപ്രസി പേഷ്യൻസ്. ആൻഡ് മൈ പേരൻസ് got so worried that because those days when I was that age, leprosy was not curable. So അവരെന്നോട് പറഞ്ഞു, എൻ്റെ പൊന്നു മോളെ നീ അവിടെ ചേരല്ലേ. അങ്ങനെ ഞാൻ പിന്നെ നിർബന്ധം പിടിച്ചു. ഞാൻ ഫോമൊക്കെ എഴുതി കൊടുത്തായിരുന്നു മദർ ട്രീസയ്ക്ക്. കാരണം അവിടെ ഞാൻ വോളണ്ടിയറായിട്ട് ജോലി ചെയ്യാൻ പോവായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഹോളി ക്രോസ് കണ്ടുപിടിച്ചു. അന്നാരോ എൻ്റെ അമ്മ എന്നെ അനുവദിച്ചില്ല. ഷീ സെഡ് നോട്ട് നൗ. പക്ഷെ എന്തുകൊണ്ടാണോ ഞാൻ ഇച്ചിരി ഒരു നിർബന്ധം പിടിച്ചു. ഞാൻ ഹോളി ക്രോസിലോട്ട് പോയി. ടുഡേ ഐ എം റിയലി വെരി ഹാപ്പി ആൻഡ് ലക്കി ദാറ്റ് ഐ ബിലോങ് ടു ദാറ്റ് പർട്ടിക്കുലർ കോൺഗ്രിഗേഷൻ. വി ആർ നോൺ ആസ് സിസ്റ്റേഴ്സ് ഓഫ് ദ ക്രോസ് ഓഫ് ഷവനോഡ്. ഇൻ ഷോർട്ട്, വി ആർ നോൺ ആസ് ഹോളി ക്രോസ്. അങ്ങനെ ഞാൻ മഠത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ഇൻസിഡൻറ്റ് എൻ്റെ ജീവിതത്തിലുണ്ടായി. അതായത് one Sri, she was about 7 months pregnant. എൻ്റെ അടുത്ത് ഓടി വന്നു. കാരണം ഞാൻ ആ വില്ലേജിൽ കുറച്ച് ജോലിയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അത് എൻ്റെ അടുത്ത് ഓടി വന്നിട്ട് എന്നോട് പറഞ്ഞു, സിസ്റ്റർ ഒരു രാത്രി കിടക്കാനായിട്ട് എനിക്ക് ഇട തരണം. പക്ഷെ ഞങ്ങളുടെ മഠത്തിൻ്റെ നിയമപ്രമാണം ഞങ്ങൾക്ക് കിടക്കാൻ സ്ഥലം ഉണ്ടായിരുന്നെങ്കിലും എനിക്ക് ആ സ്ത്രീനെ എൻ്റെ മഠത്തിലോട്ട് എടുക്കാനുള്ള അധികാരം എനിക്കില്ലായിരുന്നു. ഞാൻ അന്ന് രാത്രി ആ സ്ത്രീനെ, പുള്ളി പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. I sent her back and I told her next morning, രാവിലെ നീ തിരിച്ചു വാ, ഞാൻ നോക്കട്ടെ എന്നാ ചെയ്യാൻ പറ്റുവാന്ന്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അന്ന് she never was there for the next day. അന്ന് രാത്രി തന്നെ അവളുടെ ഹസ്ബൻഡും അവളുമായിട്ട് എന്തെങ്കിലും വഴക്കുണ്ടായിട്ടുണ്ടാവും. This woman who came to me, അവൾ 7 മാസം ഗർഭിണിയായിരുന്നു. അന്ന് രാത്രി തന്നെ അവളും അവളുടെ ഹസ്ബൻഡുമായിട്ട് എന്തോ വഴക്കുണ്ടായി. ആ വഴക്കിൽ അവൻ ദേഷ്യത്തോടെ അവളുടെ ദേഹത്തോട്ട്
മണ്ണെണ്ണ ഒഴിച്ചു, തീ കൊളുത്തി. ഇതായിരുന്നു ഉണ്ടായിരുന്ന സംഭവം. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് പറയുന്നത് ഇഷ്ടമല്ല, കാരണം അങ്ങനത്തെയായിരുന്നു എൻ്റെ ജീവിതം. എനിവേ, അന്ന് രാത്രി ഞാൻ ഈ ഒച്ച കേട്ടുകൊണ്ടാണ് ഞാനും അവിടെ ഓടിച്ചെന്നത്. എന്താ ഉണ്ടായതെന്ന് എനിക്കറിയില്ലായിരുന്നു. അവിടെ ചെന്നതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് ഇത് എൻ്റെ അടുത്ത് വന്ന സ്ത്രീയാണ് കത്തുന്നത്. ഞാൻ ഓടിച്ചെന്നു. പിന്നെ മറ്റുള്ള എല്ലാവരെയും പോലെ ഞാനും സഹായിക്കാൻ നോക്കി. എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ലായിരുന്നു. മുടി മുഴുവൻ കത്തിപ്പോയിരുന്നു, സാരി കത്തിപ്പോയി. അവളൊരു കല്ലിൻ്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ഞാനത് കണ്ടിട്ട് അവളെ സഹായിക്കാനായിട്ട് ഞാൻ ചെന്നെങ്കിലും നമ്മുടെ അടുത്ത് കാറില്ല. ഇറ്റ് വാസ് എ വെരി റിമോട്ട് വില്ലേജ്. ഒരു നോ വെഹിക്കിൾസ് മൂവിങ്. എനിവേ, വിത്ത് ദ ഗ്രേസ് ഓഫ് ഗോഡ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒരു റിക്ഷ കിട്ടി എനിക്ക്. ഞാൻ അവളെ അടുത്തുള്ള ആസ്പത്രിയിലോട്ട് കൊണ്ടുപോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, സിസ്റ്റർ, നോ ഹോപ്പ്. ഇവള് ഓൾറെഡി 90% ബേൺഡാണ്. ഇപ്പം ഞാൻ നിർബന്ധിച്ചു ഡോക്ടറോട്, നോ ഡോക്ടർ പ്ലീസ്, എന്തെങ്കിലും ചെയ്ത് കൊച്ചിനെ രക്ഷിക്കേ. എനിക്ക് നിങ്ങളെപ്പോലുള്ള വിദ്യാഭ്യാസം ഇല്ല. ഞാൻ ഓർത്തു ആ കൊച്ചിനെ എനിക്ക് രക്ഷിക്കാൻ പറ്റുമെന്ന്. പക്ഷേ എൻ്റെ കൈ കിട്ടിയത് ഒരു വെന്തുപോയ ഒരു കൊച്ചായിരുന്നു. പുള്ളി ബേൺഡ് ബേബി. ഞാൻ ആ കുഞ്ഞ് എൻ്റെ കയ്യിലിരുന്നു കൊണ്ട് ഞാനിങ്ങനെ ചിന്തിക്കാൻ ചെയ്തു, ഞാൻ എന്ത് ചെയ്തതു എന്ന്. 2 പേരുടെ മരണം ഞാനാണ് കാരണക്കാരി എന്ന് എനിക്ക് അങ്ങ് തോന്നിപ്പോയി. കാരണം അന്ന് അവൾ എൻ്റെ അടുത്ത് വന്നപ്പോൾ എനിക്ക് രക്ഷിക്കാൻ പറ്റിയില്ല. ഞാൻ എൻ്റെ ഹോസ്പിറ്റൽ പീപ്പിൾ എന്നെ ഒരുപാട് സഹായിച്ചു. എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ തിരിച്ച് ഞങ്ങളുടെ മഠത്തിലോട്ട് വന്നപ്പം ഞാൻ തന്നെ മാറിപ്പോയായിരുന്നു. എനിക്ക് തോന്നി അവർ ബ്രേക്ക്ഫാസ്റ്റിന് ഞങ്ങൾക്ക് ടേബിൾ വെച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് ആ ടേബിൾ മറിച്ചിടാനുള്ള ദേഷ്യമായിരുന്നു വന്നേ. ഞാൻ ഓർത്തു, ഇതെന്ത് കാര്യം, ഇങ്ങനെ ഈ വാളിൻ്റെ ഉള്ളിൽ ജീവിച്ചുകൊണ്ട് എൻ്റെ ജീവിതം മുഴുവനും നശിച്ചു പോകുന്നു. എനിക്ക് എന്തെങ്കിലും ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി ചെയ്യണം. അപ്പം പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത് ഞാൻ ആദ്യം ചേരാനിരുന്ന മഠം മദർ ട്രീസയുടെ കാര്യമായിരുന്നു. ഞാൻ അവിടെ നിന്ന് എല്ലാം ഞങ്ങളുടെ പ്രൊവിൻഷ്യലിൽ ഞാൻ വിളിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, അവർക്ക് വേണ്ടി ഞാൻ ജീവിക്കാൻ റെഡിയാണ്, എനിക്ക് എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളുടെ പ്രൊവിൻഷ്യൽ പറഞ്ഞു, ലൂസി, നീ എന്നതാ ഈ പറയുന്നത്, നിനക്ക് തലയ്ക്ക് എന്തെങ്കിലും വന്നു പോയിട്ടുണ്ടാവും. അവരാദ്യം എൻ്റെ ഫോണിന് ഒന്നും ഉത്തരം പറഞ്ഞില്ല. ബട്ട് ലേറ്റർ ഓൺ ദേ ഹേർഡ് മീ. അവർക്ക് തോന്നി ഇവൾ എന്തെങ്കിലും ചെയ്യും. പക്ഷേ അങ്ങനെ എനിക്ക് അനുവാദം കിട്ടാൻ വിഷമമായപ്പോൾ ഞാൻ ചോദിച്ചു, എന്നാൽ ഞാൻ ഇറങ്ങി പൊക്കോട്ടെ എന്ന് ചോദിച്ചു. കാരണം ഐ വാസ് എ വർക്കിംഗ് ഗേൾ ഇൻ ബോംബെ. എനിക്കറിയാമായിരുന്നു എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അപ്പം ഞാൻ ഓർത്തു, അങ്ങനെയാണെങ്കിൽ എനിക്ക് ചെറിയൊരു ജോലി ചെയ്യുവാണെങ്കിൽ ആ പൈസയും കൊണ്ടെങ്കിലും എനിക്ക് ആൾക്കാരെ സഹായിക്കാൻ പറ്റുമല്ലോ. അങ്ങനെയൊക്കെ എൻ്റെ ബുദ്ധിയിൽ വന്നു. പക്ഷേ വെൻ ഗോഡ് വാണ്ട്സ് യു ടു ഡു, ഹി ഷോസ് യു ദ വേ. ആൻഡ് ഫൈനലി they give me the permission. They told me you can move out, but you remain a member of the congregation. So I am still a member of the congregation Holy Cross, but they have given me permission. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടി ജോലി ചെയ്താൻ പറഞ്ഞുകൊണ്ട്. പക്ഷേ അവരൊരു കണ്ടീഷൻ ഇട്ടിട്ടുണ്ട്, ഞങ്ങൾക്കൊരു എന്നാ പറയുക, മെമ്മറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ബി സൈൻഡ്, ആൻഡ് ദാറ്റ് ഐ ക്യാൻ ഓൾവേസ് റിമെയിൻ എ മെമ്പർ ഓഫ് ദ കോൺഗ്രിഗേഷൻ, but the work that I am doing will not belong to the congregation. Because they said, എവിടുന്നാണ് ഇത്രയും പൈസ നീ ഉണ്ടാക്കാൻ പോകുന്നത്? പക്ഷേ ഞാനൊരു ദൈവത്തിനോടൊരു ഭയങ്കര എനിക്കൊരു നന്ദിയുണ്ട്. കാരണം ഞാൻ ഈ ചെയ്യുന്ന പണികളെല്ലാം ദൈവത്തിൻ്റെ മാത്രമാണെന്ന് ഞാൻ ഓർക്കുന്നത്. കാരണം ഒരു 5 പൈസ പോലും എൻ്റെ അടുത്തില്ലാണ്ട് ഐ ലെഫ്റ്റ് ദാറ്റ് പ്ലേസ്. ആൻഡ് ഞങ്ങളുടെ മഠത്തിൽ ഞങ്ങൾക്ക് താമസിക്കാൻ എനിക്ക് പിന്നെ അനുവാദം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഐ മാനേജ്ഡ് ടു ഫൈൻഡ് ഗുഡ് പീപ്പിൾ ആൻഡ് പീപ്പിൾ ബിലീവ്ഡ് മീ. എങ്ങനെയാണ് അവരെന്നെ വിശ്വസിച്ചതെന്ന് എനിക്കറിയില്ല, ദൈവത്തിൻ്റെ ഒരു ഇതാന്ന് പറയാം. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് 1997 ഫസ്റ്റ് ഹോം വി ബിൽഡപ്പ്, ഒരു ചെറിയൊരു വീട്. ഇപ്പം എനിക്ക് 73 ഹോംസ് ഉണ്ട്. Nearly 3,000 people are living in these homes. Children,
who have no one, children whom we have rescued from prostitution, from begging, from tribal area, and different cases. Our children are there. So nearly 1,000 children are in these different homes. We have women who are mentally disturbed, mentally challenged, aged people who have no one to take care, who are left at the railway station or at the bus stand. അങ്ങനെയുള്ളവരെ ഞാൻ പെറുക്കിയെടുത്ത് ഞങ്ങൾ നോക്കും. അതുപോലെ തന്നെ for men we have home. Now we have already 10 homes, and we may start more because in Bihar, Calcutta, ഞങ്ങളിപ്പം റെൻറ്റഡ് ഹോമിലാണ്. അത് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് വീട് പണിത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇനിയും അവർക്ക് വേണ്ടി ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ പല പണികളാണ് ഞാൻ ചെയ്യുന്നത്. ഇറ്റ്സ് നോട്ട് ഓൺലി വി വർക്ക് ഇൻ ദ സ്ലംസ് ആൻഡ് മെനി അതർ. അതിനെപ്പറ്റിയൊക്കെ പറയാനായിട്ട് 10 മിനിറ്റ് ഒന്നും തന്നിട്ടുണ്ടെങ്കിൽ പറ്റില്ല. സോ എനിവേർ ഐ വോണ്ട് ടു താങ്ക് യു ഓൾ സോ മച്ച്. എന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാനും നിങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് കാണാനും എങ്ങനെയുള്ള നിങ്ങളൊരു പ്രോഗ്രാം നടത്തുന്നത് KKC എന്ന് പറഞ്ഞാൽ അതൊരു എനിക്ക് എൻ്റെ ജീവിതത്തിലും ഇങ്ങനെയൊരു കമ്മ്യൂണിറ്റി ഗ്യാതറിങ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ മക്കൾക്ക്. കാരണം നമ്മളെല്ലാവരും ഈ ചെറിയ ഫ്ലാറ്റിൽ ജീവിച്ചു കഴിയുമ്പം പിള്ളേർക്ക് വരുന്ന ആ ബുദ്ധിമുട്ടുകൾ എന്തെല്ലാം ഉണ്ടായിരിക്കും എന്നറിയാമോ? അപ്പോൾ അതിൽ നിന്ന് നിങ്ങളെ പുറത്തിറങ്ങി പിള്ളേരെ ഒരുമിച്ച് പിടിച്ച് ഇവിടെയെല്ലാം കൊണ്ടുവന്ന് സോഷ്യലായിട്ട് എടുക്കുന്നത് ബിക്കോസ് നമ്മുടെ കാനായ കമ്മ്യൂണിറ്റി ഈസ് വെരി സോഷ്യബിൾ. സോ വി നീഡ് ടു keep going. It's not that, I, me and myself. It is not that. We need to be community oriented. We need to build up community so that we stay together. No matter who we are, but stay together. I'm working, now you may see I don't have a cross. I have put all the, എല്ലാ ധർമ്മത്താനെയും ഞാൻ ഒരുമിച്ച് പിടിച്ചു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ when I pick up the women and children and this thing, I don't know which religion they belong to. I'm no matter who they are welcome home. Not for religion, but people in need who are with us. So that is what I look at, not particular religion or caste or class as that. So that is what I'm doing. നിങ്ങൾ ഇനി എപ്പോഴെങ്കിലും പൂനെക്ക് വരാനോ എവിടെയെങ്കിലും അങ്ങനെയൊക്കെ വരാൻ പറ്റുമെങ്കിൽ please come, because we are working in 7 states. നിങ്ങൾ ബീഹാറിൽ പോവുകയാണെങ്കിൽ അവിടെ പോയി കാണാം, അല്ലെങ്കിൽ ആന്ധ്രയിൽ പോവുകയാണെങ്കിൽ അവിടെ പോയി കാണാം, കൽക്കട്ടയിലാണെങ്കിൽ അവിടെ. അങ്ങനെ ഞങ്ങൾക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ മഹേറുണ്ട്. അതുപോലെ തന്നെ those who can stand by me, do stand, because I need you all. I also want to call Jeff. Can you come 1 minute to me? Jeff is from America and he is my volunteer. He has been coming to Maher for the over, I think 6 years now. 4 years he has been coming. When he has holiday here, he is in Maher, helping me, teaching children English, computer, taking the children out. So when you all think that you all want to do, can you just tell what your name and what you do in 2 minutes? Good evening. So I've been privileged to work with Sister Lucy through Maher for the last 4 years. I lived in India and I was working as a school counselor at an international school. So I'm a teacher and a school counselor. And so I lived in India for 7 years, and for the past 4 years I've had the privilege of volunteering at Maher, at the ashram, at Swagat House. And what I teach in the schools is social and emotional learning, and so I just do the same types of things for these children. They have such need. They need counseling. They need compassion, and so I will show up for them, and I continue to show up for them. I've created an online class, donated Chromebooks, and my background is counseling, but also educational technology. So I've had the privilege of many gifts, and so I just continue to give those gifts to these children. Thank you. എല്ലാവർക്കും ഒത്തിരി നന്ദി. Thank you so much. And thank you once again, Josuti, and all the board members. I cannot take all the names, but thank you all so much. Thank you.